അങ്ങനെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത തുടക്കം എന്ന ചിത്രം ഗംഭീര തുടക്കമാണ് വിസ്മയ മോഹൻലാലും ആശിഷും ഒക്കെ നേടിയത്. ലാലേട്ടൻ കാമിയോ റോളിലെത്തിയ ഈ ചിത്രം ജൂൺ ജൂലൈ മാസങ്ങളിലെ വമ്പൻ ഹിറ്റായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. 50 കോടി പിന്നിടാൻ ഒരുങ്ങുന്ന ഈ ചിത്രം ഇന്നലെ നേടിയത് വമ്പൻ കളക്ഷൻ തന്നെയാണ്. കുറച്ച് ദിവസമായി കളക്ഷന് കുറവ് നേരിട്ടെങ്കിലും ശനിയാഴ്ച ദിവസമായി ഇന്നലെ കേരളത്തിൽ നിന്ന് മാത്രമായി 1,92,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരള കളക്ഷൻ 19,56,00,000 എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ കൊണ്ട് ഇത് 20 കോടി പിന്നിട്ട് ചിലപ്പം 21-22 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഞായറാഴ്ച മികച്ച രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാകുമെന്ന് നാം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കാരണം ബമ്പൻ ബുക്കിംഗ് ഞായറാഴ്ച ദിവസം നേരിടുന്നുണ്ട്. പലയിടത്തും ഹൗസ്ഫുൾ ഷോകൾ തന്നെയാണ്. അങ്ങനെ ഞായറാഴ്ച വമ്പൻ കളക്ഷൻ നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ വേൾഡ് വൈഡ് കളക്ഷൻ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഓവർസീസ് കളക്ഷൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ലെങ്കിലും ഗ്രോഫായിട്ട് 1,92,00,000 എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. 14,80,00,000 രൂപയാണ് ഓവർസീസ് കളക്ഷനായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ 36,72,00,000 തുടക്കം എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള വിവരം ഓവർസീസിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന കണക്കുകൾ പ്രകാരം ഫാറ്റ്നിക്കൊക്കെ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 36,72,00,000 രൂപയാണ് തുടക്കം എന്ന ചിത്രം 9 ദിവസം കൊണ്ട് നേടിയത്. 9,592 ഷോയിൽ നിന്നാണ് ഇത് കണക്കാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. മലയാളത്തിൽ നായിക പ്രാധാന്യമുള്ള ചിത്രങ്ങൾ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് വിജയിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ലോക എന്ന നായിക പ്രാധാന്യമുള്ള ചിത്രം വമ്പൻ കളക്ഷൻ നേടുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായ ചിത്രം അതും വമ്പൻ കളക്ഷൻ നേടി വൻപൻ വിജയം നേടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തുടക്കം എന്ന ചിത്രം ഇന്നുകൊണ്ട് ഏകദേശം 39-40 കോടിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വൈകാതെ തന്നെ തുടക്കം 50 കോടി കടക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരള കളക്ഷൻ ഇന്നുകൊണ്ട് 20 കോടി പിന്നിടും എന്ന് ഏകദേശം ഉറപ്പാക്കി. വൈകാതെ തന്നെ 25 കോടി കടക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയിരിക്കുകയാണ്. പല സൂപ്പർ താര ചിത്രങ്ങളും ഒരുപക്ഷെ ടോട്ടൽ കളക്ഷൻ 25 കോടിയൊക്കെ നേടുമ്പോഴാണ് നവാഗതയായ ഒരു നായിക വന്ന് മലയാളത്തിൽ ഇങ്ങനെ ചരിത്രം സൃഷ്ടിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച തന്നെയാണ്. അപ്പം തുടക്കം വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. വരും ദിവസങ്ങളിൽ തുടക്കം വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.